ഹായ് ഓൾ, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ കുർത്തീസ് വെയർ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ റെഡിമെയ്ഡ് ചെയ്യുന്നില്ല. ഞാനിന്ന് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്. അത് ചിക്കൻ വർക്ക് വരുന്നതാകുമ്പോൾ നല്ല ഭംഗിയല്ലേ, ലൈക്ക് നവി വർക്ക് വന്നേക്കുന്നത്. സോ ഇത് മെഷീൻ വർക്ക് വന്നേക്കുന്ന കുർത്തി ഫാബ്രിക്സ് ആണ് നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്നത്. ഞാനിന്ന് വേർതിരിക്കുന്ന പോലത്തെ അടിപൊളിയായിട്ട് നമുക്ക് ക്യാഷ്വൽ വെയർ ആൻഡ് കംഫർട്ട് വെയർ എന്ന് പറയാൻ വേണമെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ്. നല്ല സുഖമായിട്ട് നമുക്ക് വർക്ക് വെയർ ആയിട്ടും ക്യാഷ്വലി എങ്ങോട്ടെങ്കിലും റഫ് യൂസിന് പറ്റിയ ഫാബ്രിക്കാണ്. ആൻഡ് 690 റേഞ്ചിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. കുറേ അധികം ഷെയ്ഡ്സ് ഉണ്ട്. പലാസോയുടെ കൂടെയോ അല്ലെങ്കിൽ സെയിം ഷെയ്ഡിലുള്ള ലെഗിൻസിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റ്സാണ്. നോർമലി നമുക്ക് ഇങ്ങനത്തെ ടോപ്പ് നമുക്ക് റെഡിമെയ്ഡ് കിട്ടും. പക്ഷേ ചിലപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് കിട്ടില്ല. ചിലപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ ശരിയാവില്ല, ലെങ്ത് ഉണ്ടാവില്ല. മാക്സിമം റെഡിമെയ്ഡിൽ ഒരു 46 ലെങ്ത്തിലൊക്കെയാണ് വരുന്നത്. നമുക്കൊരു 15 ഇഞ്ചസൊക്കെ ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. ചിലപ്പോൾ നമ്മുടെ ഷോൾഡർ ശരിയാവത്തില്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. സോ കുറേ ഷെയ്ഡ്സ് ഉണ്ട്, ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഷെയ്ഡ് ഇത് വരുന്നു. പെട്ടെന്ന് കാണാം കേട്ടോ. ഷെയ്ഡ് നമുക്ക് ഓർഡർ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം കുറേ ഷെയ്ഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഷെയ്ഡ് കിട്ടാൻ പാകത്തിന്. ഇത് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നമുക്ക് 49 ഇഞ്ചസ് ലെങ്ത്താണ് ടോട്ടൽ വരുന്നത്. ഞാൻ ബാക്കിൽ കുറച്ച് ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലേക്ക് എനിക്ക് ജോയിൻറ്റ് വന്നിട്ടില്ല. ആൻഡ് 50 ഇഞ്ചസ് ലെങ്ത്തും കിട്ടിയിട്ടുണ്ട്. നമുക്ക് സൈസ് ഏത് വേണമെങ്കിലും സൈസിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. അത്രയും വിട്ടുണ്ട്, നല്ല വിട്ടുള്ള മെറ്റീരിയലാണ്. ഏത് സൈസിലും സ്റ്റിച്ച് ചെയ്യാം. 50 കിട്ടാനായിട്ട് ചെറിയ ജോയിൻറ്റ് കൊടുക്കേണ്ടി വരും. ഇതാ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഷെയ്ഡ്. അടുത്ത ഷെയ്ഡ് ടീൽ ബ്ലൂ. അടുത്ത ഷെയ്ഡ് വൈനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വൈനാണ്. ഇത് വൈഡ് നമുക്ക് കിട്ടുന്നത് ഇത്രയാണ്. പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇത്രയും വൈഡ് കിട്ടും. ബാക്കിൽ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വൈഡ് കൊടുക്കാം. കുർത്തിക്ക് നമ്മളങ്ങനെ അത്ര വലിയ ഇത് കൊടുക്കാറില്ലല്ലോ. സ്ലീവ്സൊക്കെ എനിക്ക് ജോയിൻറ്റ് ഇല്ലാണ്ടൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ലെങ്ത്തിന് മാത്രം ചെറിയ ജോയിൻറ്റ് കൊടുക്കേണ്ട വന്നു. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ്. അടുത്ത നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിരിക്കുന്നു. ഇത് കണ്ടത് അകത്തേക്ക് കുറച്ച് മടങ്ങിയായിട്ടായിരിക്കും ഇതിൻ്റെ ഫോൾഡിങ്, അങ്ങനെയാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വൈഡ് ഇത്രയും കിട്ടും. എല്ലാത്തിലും വൈഡൊക്കെ കിട്ടുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ്. വിത്ത് ലൈനിങ് ഓർ വിത്തൗട്ട് ലൈനിങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് റെഡ്. ഇങ്ങനെ വരുന്നു. ചില്ലി റെഡ് ടോണിലേക്ക് വൈറ്റ് കളർ എംബ്രോയിഡറി. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ പെർഫെക്ഷൻ വരുള്ളൂ. എനിക്ക് കുറേ നാളായി ഞാൻ 2-3 ഷെയ്ഡ്സ് എടുത്ത് വെച്ചിട്ട്, പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നില്ല. നമുക്ക് ഓരോ വീഡിയോസും ചെയ്യാനായിട്ട് ഓരോന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമല്ലേ. അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഇന്ന് ഇതിട്ടിട്ട്. ഞങ്ങൾക്ക് ഷോപ്പിലൊക്കെ വരുമ്പോഴും റഫ് യൂസിനൊക്കെ എടുക്കാമല്ലോ. ഇതൊരു ഒലീവ് ഗ്രീൻ. ഇങ്ങനെ വരുന്നു. അടുത്ത നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിനകത്ത് എല്ലാ ഷെയ്ഡ്സും 2-3 ഷെയ്ഡ്സ് എടുത്താൽ, കാരണം നമുക്ക് എന്നും ഇടാനൊക്കെ നല്ല അടിപൊളിയാണ്. നല്ലൊരു സീ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിളാണ്. നമുക്ക് എന്ത് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മെഷീനിൽ ഇടരുത് കേട്ടോ. മെഷീനിൽ ഇട്ടാൽ പെട്ടെന്ന് അങ്ങ് ഇതായി പോവും. ഇതാ ഇങ്ങനെ വരുന്നു. ഇതൊരു പ്രത്യേക ഒരു കളറാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷെയ്ഡ് പറയുകയാണെങ്കിൽ പൗഡർ ബ്ലൂവും ഒരു ഓഷ്യൻ ബ്ലൂവും കൂടെ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണേ. നല്ല ഭംഗിയുണ്ട്. അടുത്തത് ഇതാ പിസ്ത ഗ്രീൻ. നല്ല ഭംഗിയുള്ളൊരു പിസ്ത ഗ്രീൻ. ചില ആളുകളുടെ സ്ക്രീൻഷോട്ട്സൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ, ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് കോട്ട സെറ്റിലാന്ന് തോന്നുന്നു ഒരെണ്ണം, കോട്ട സെറ്റല്ല, കോട്ട റണ്ണിങ് ഫാബ്രിക് ചെയ്തതിൽ ഒരു ടീൽ ബ്ലൂ കളറിലുള്ള ഫാബ്രിക് വന്നേക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഏത് നമ്മൾ ചെയ്ത ഫാബ്രിക് അല്ല എന്ന് പറഞ്ഞു. അത് സ്കൈ ബ്ലൂ ആയിരുന്നു. പക്ഷേ അവർ സ്ക്രീൻഷോട്ട് അയച്ച് എനിക്ക് വിസിബിൾ ആയത് ടീൽ ബ്ലൂ ആയിട്ടാണ്. എന്ന് പറഞ്ഞ പോലെ പല ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നിങ്ങൾ ഏത് ഷെയ്ഡാണെന്നൊന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ഒരു മെറൂൺ. അടിപൊളി മെറൂണാണ് കേട്ടോ. നല്ല ഡാർക്ക് മെറൂൺ ടോണിലേക്ക് വരുന്നു. ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു മെറൂണാണ്. നെക്സ്റ്റ് ഒരു ഷാമ്പെയിൻ പിങ്ക് ഷെയ്ഡ്. ഇങ്ങനെ വരുന്നു. ഇത് ഭംഗിയാന്ന് നോക്കി. എല്ലാ അടിപൊളി കളേഴ്സാണ് കേട്ടോ. അടുത്ത ബേബി പിങ്ക്. ഇങ്ങനെ വരുന്നു. ബേബി പിങ്ക് ടോൺ. അടുത്തൊരു ഡസ്റ്റി ഗ്രീൻ ടോണിലേക്ക് വരുന്നു. നല്ല രസമുള്ളൊരു ഗ്രീൻ, ഒരു പ്രത്യേക ഒരു ഗ്രീനാണേ. ഇങ്ങനെ വരും. നെക്സ്റ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇതിൻ്റെ എങ്ങാണ്ട് 1-2 പീസ് ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഷോപ്പിൽ നിന്ന് ഫുള്ള് പോയതായിരുന്നു. നല്ല രസമുണ്ട്. നല്ല കോട്ടൺ, നല്ല പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതൊരു പീച്ച് ടോൺ. നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഒരു ലെമണല്ലോ ഷെയ്ഡാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലെമണല്ലോ. ഇങ്ങനെ വരുന്നു. ഫാബ്രിക് ഇതാണ് കേട്ടോ. വർക്ക് ഇത് മെഷീൻ വർക്കാണ്. ത്രെഡിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത്. ലക്നവി വർക്ക് പോലത്തെ വർക്കാണ്. നെക്സ്റ്റ് അടിപൊളി ലാവൻഡർ. നല്ല ഭംഗിയുള്ള ലാവൻഡറാണേ. അടുത്തത് യെല്ലോ. ഒരു കസ്റ്റാർഡ് യെല്ലോ എന്ന് പറയത്തില്ലേ, കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു യെല്ലോ. നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ യെല്ലോ.
നെക്സ്റ്റ് കുറച്ചും കൂടി ഒരു ഡാർക്ക് ലാവൻഡർ, ഒരു വയലറ്റിൻ്റെ ഒരു ചെറിയ മിക്സ് ഉള്ളൊരു ഡാർക്ക് ലാവൻഡർ ഇങ്ങനെ വരുന്നു. അടുത്ത ഒരു ലിപ്സ്റ്റിക് പിങ്ക് എന്നൊക്കെ പറയില്ല, ഒരു മൗ ടോൺ, അങ്ങനത്തെ ടോണാണ് മൗ ടോൺ. നെക്സ്റ്റ് പൗഡർ ബ്ലൂ ഇങ്ങനെ വരും, പൗഡർ ബ്ലൂ. അടുത്തൊരു ഡസ്റ്റി പീച്ച് ടോൺ ഇങ്ങനെ വരും. ഞാൻ ഈ വേർതിരിക്കുന്ന ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ. അത് ഓപ്പൺ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് തിരക്കിലാണ് നമ്മൾ വീഡിയോ എടുത്ത്. ഞാൻ ഇട്ടേക്കുന്ന സെയിം പീച്ച് ഷെയ്ഡും അവൈലബിൾ ആണ്. സോ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് അയച്ചോളാം. ഷെയ്ഡ് ഒന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. 690 ആണ് പെർ പീസിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ വാട്സപ്പിലേക്ക് അയച്ചോളാം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.